ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ വെറുതെ കളയുന്ന ഓയിൽ കവർ വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ ക്ലീനിങ് ജോലി മാത്രമല്ല, വീട്ടിൽ വലിയ ശല്യക്കാരായ എലി, പെരിച്ചാഴി ഇവയൊക്കെ ആട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആ ടിപ്സുകളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഓയിൽ കവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ആയിട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗവും ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മറിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതാ മയക്കി എടുത്തിട്ടുള്ള പുതിയ ഒരു ദോശയുടെ ചട്ടിയാണ്, അതിലേക്കാണ് ഞാൻ ഈ ഒരു ഓയിലാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മയക്കി വെച്ചതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കുന്നതിന് മുമ്പെയാണ് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കവറിലുണ്ടായിരുന്ന ഓയിൽ മുഴുവൻ ഈ ഒരു പാനിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് പോർഷൻ വെച്ചിട്ട് അതും ഞാൻ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടിയായാലും ഉപയോഗിക്കാത്ത ചട്ടിയായാലും തലേ ദിവസം നൈറ്റിൽ നമ്മളിതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കത് അടിയിലൊക്കെ പിടിക്കാതെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ചട്ടിയിൽ നല്ല പോലെ ഞാൻ ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡുകളിലും എല്ലാം. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിൻ്റെ ലുക്ക് തന്നെയുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം ചുടാനുള്ള ജോലി എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. വീണ്ടും ഞാനൊരു ഓയിൽ കവർ എടുത്തിട്ടുണ്ട്. ഇതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഈ ഒരു സൈഡ് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ 3 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതാ 3 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ഇതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഓയിൽ കവർ 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്ന ചിരവയാണ് കേട്ടോ. ഈ ചിരവയിൽ നന്നായിട്ട് തന്നെ അഴുക്കും ആ ഒരു തേങ്ങയൊക്കെ ചിരണ്ടുമ്പോൾ ഉണ്ടാകുന്ന ആ എണ്ണമയം പൂപ്പലൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു ഓയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പേപ്പറിലെ ഓയിൽ നമുക്ക് പോയി കഴിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ രണ്ടാമത്തെ പീസ് എടുക്കുക. അങ്ങനെ ഞാൻ ആ ഒരു 4 പീസ് വെച്ചിട്ട് ഈ ഒരു ചിരവ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളും പുറം ഭാഗവും ഒക്കെ ഞാൻ ഈ ഒരു ഓയിൽ കവർ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവുന്ന എണ്ണയും എണ്ണമയായാലും അഴുക്കായാലും പൂപ്പലായാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടും. എല്ലാ ഭാഗവും ഓയിൽ കവർ വെച്ചിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് ഞാനിതെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ തുടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ചിരവയൊക്കെ നല്ല കളറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വശത്തൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കും പൂപ്പലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നമ്മുടെ വീടുകളിലുള്ള ഫർണിച്ചർ ഐറ്റംസൊക്കെ നമുക്ക് ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഓയിൽ കവർ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇത്രയും അഴുക്ക് പിടിച്ചിട്ടുള്ള ഈ ഒരു ചിരവ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തത്. സോപ്പോ ലിക്വിഡോ വെള്ളമോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാനൊരു ഓയിൽ കവറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പച്ചക്കറി ചീഞ്ഞു പോകാറുണ്ട്. പ്രത്യേകിച്ച് തക്കാളിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും ചീഞ്ഞു പോവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ തക്കാളിയൊക്കെ എടുത്തതിന് ശേഷം അതിന് പുറമേയുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊരു ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ കവറിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ആ ഒരു തക്കാളിയുടെ ഞെട്ടിയൊക്കെ വരുന്ന ഭാഗത്ത് നല്ല പോലെ ഈ ഓയിൽ നന്നായിട്ടൊന്ന് ആയി വരും. ഇതുപോലെ എണ്ണയൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഒന്നുമേ തൊടാത്ത രീതിയിൽ നല്ല എയർ ടൈറ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് തക്കാളി ചീഞ്ഞു പോവാതെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ വെറുതെ കളയുന്ന ഇതുപോലെയുള്ള ഓയിൽ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് ഇതുപോലെ തക്കാളി ഇട്ട് കൊടുക്കുകയാണെങ്കിലും കുറച്ച് നാൾ നമുക്ക് തക്കാളി ചീഞ്ഞു പോവാതെ കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ്. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ കവറിൻ്റെ പീസ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഫ്രണ്ടിലെ ഡോറാണ് കേട്ടോ. പെട്ടെന്ന് പൊടിയൊക്കെ ആയിട്ട് കളറ് മങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഫ്രണ്ടിലെ ഡോറ്. ഇങ്ങനെ പൊടിയൊക്കെ ആയിട്ടുള്ള ഡോറുകൾ ഇതേ രീതിയിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടും.
എത്ര അഴുക്ക് പിടിച്ച ഡോറായാലും 2ഓ 3ഓ ഓയിൽ കവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഡോറ് മുഴുവനായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഈ ഒരു മാറ്റം. അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ബാത്റൂമിലെ ഡോറാണ്. ബാത്റൂമിലൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ സോപ്പിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ എടുത്ത് കയറിയിട്ട് ഇതുപോലെ ഒരു കറ പോലെ വരാറുണ്ട്. അതും നമുക്കിതുപോലെ ഓയിൽ കവർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതാ 2 ഓയിൽ കവർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡോറ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഒരുപാട് വെള്ളം ഡോറിലേക്ക് എത്തില്ല. മാത്രമല്ല ഒരു സോപ്പിൻ്റെ പത പോലെയുള്ള കറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് നീങ്ങിക്കിട്ടും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് ഉരച്ചെടുക്കാതെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാനിതാ ഈ ഒരു ഡോറിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം ഡോറിൽ നിൽക്കാതെ കണ്ട താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ബാത്റൂമിൻ്റെ ഡോറൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ വീട്ടിലെ വലിയ ശല്യക്കാരായ എലികളെ ഈ ഒരു ഓയിൽ കവർ വെച്ചിട്ട് എങ്ങനെ ആട്ടി ഓടിക്കാമെന്നാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ്. അപ്പോൾ എലികളെ തുരത്താൻ പറ്റിയ 2 ടിപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഓയിൽ കവറാണ് കേട്ടോ. ഈ ഒരു ഓയിൽ കവർ മുഴുവനായിട്ട് നമുക്ക് വേണ്ട അതിൻ്റെ ഹാഫ് പോർഷൻ തന്നെ മതിയാവും. ഇനി ഇതൊരു കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കവറിൻ്റെ ഹാഫ് പോർഷൻ മതി കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം മതി കേട്ടോ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു കവർ ഇതേപോലെ നീളത്തിൽ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒത്തിരി വീതിയിൽ കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഹാഫ് പോർഷൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പിടിച്ചു കൊടുത്തതിന് ശേഷം മാക്സിമം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. വലുതായി കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു ഫില്ലിങ്ങിലേക്ക് ഇടുന്ന സമയത്ത് ഇത് പൊങ്ങി നിൽക്കാനും അത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാതെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം കുഞ്ഞു പീസുകളാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ എടുത്ത ഇത്രയും ഭാഗം കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. ഞാനിത് എടുത്തിട്ടുള്ള ഒരു കവറിൻ്റെ പോർഷൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുനുകുനാന്നാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് തന്നെ ധാരാളം മതി. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഡോളോ ആണ് കേട്ടോ. 650ൻ്റെ ഡോളോ 1 എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആ ഒരു ഗുളിക മുഴുവനായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എലിയെ ആകർഷിക്കാനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശർക്കരയാണ്. ഒരച്ച് ശർക്കരയുടെ നേർപകുതി നന്നായിട്ടൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ കുഴക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. പക്ഷേ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളത് വെള്ളം ഉപയോഗിച്ചിട്ടല്ല ഓയിൽ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ചിക്കൻ വറുത്തതോ അല്ലെങ്കിൽ മീൻ വറുത്തതോ ഒക്കെ മിച്ചം വരുന്ന ഓയിലുണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യുക. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഓയിൽ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും ഞാനിതിലേക്ക് കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് കൈൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നടുവിലൊരു കുഴിയാക്കിയിട്ടുണ്ട്. ഈ കുഴിയിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ കവറിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഭാഗം ഒന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിതാ നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ആ ഒരു ഓയിൽ കവറൊന്നും പുറത്തേക്ക് കാണാത്ത വിധത്തിൽ വേണം കേട്ടോ. ഇതെൻ്റെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടി എലിയൊക്കെ വരാൻ ചാൻസുള്ള ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് കഴിക്കുന്ന എലിക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ പാരസെറ്റാമോളൊക്കെ വയറ്റിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പരവേശം ഉണ്ടാവുകയും കഴിക്കുന്ന എലി ചത്തുപോവുകയും ചെയ്യും. ഇനി 2ാമത്തെ ടിപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ ഒരു നേർപകുതി ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചുഴിഞ്ഞ് ഒരു കുഴിയാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴിയാക്കി എടുത്തിട്ട് ആ കുഴിയിൽ വേണം നമ്മൾ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം നല്ലൊരു കുഴി തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിൻ്റെ കവറുകളുണ്ടല്ലോ, കവറിൻ്റെ പീസുകളുണ്ടല്ലോ, അതാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഞാനിതാ കണ്ടോ ഈ ഒരു
സൈസിലാണ് കുഴിയാക്കി എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഓയിൽ കവർ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തന്നെ ഞാൻ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ലിക്വിഡാണ്. ലിക്വിഡും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെയും ശർക്കരയും പാരസെറ്റമോളൊക്കെ ചേർത്ത് ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സ് വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെയൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എലി സ്ഥിരമായിട്ട് വരുന്ന പച്ചക്കറി സ്റ്റാൻഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് എലി കഴിച്ചു പോവുകയും ചെയ്യും. കഴിച്ച എലികൾ ചത്തു പോവുകയും ചെയ്യും. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ നമ്മൾ വലിച്ചെറിയുന്ന ഓയിൽ കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഈ 2 റെമഡീസും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ watching.